ഒത്തരം ചേർന്ന മുത്തം ചേർത്തുള്ളതായ വിശ്വാസത്തിനും പൊടുതുപട്ടം കൂടെ അടക്കവണ്ണം മുത്തുകണ്ട് പരിപാലിച്ചെടുത്തിരിക്കുന്ന പരമാർത്ഥം തന്നെയാണല്ലോ എൻ്റെ മകളൂർ ദേവ കാലമെല്ലാം അകാലമായി പോരുന്നതായ കലിയുഗത്തിങ്കൽ ഒത്തുവെച്ചിരിക്കുന്നതായ ചിലയല്ലാതെ പൊളിച്ചു വന്നിരിക്കുന്നതായ അങ്ങനെ മഹാലോകരെ കുടിപ്പിരിയുന്നതായ എന്റെ ഭണ്ണാരപ്പൂടി തറവാടും ഭേദമായിട്ട് ഞാന്തന്മാരും ഒത്തവണ്ണം നിറഞ്ഞാടുമാരായിട്ടുള്ള കാലനേരങ്ങൾ ആയിരിക്കട്ടെ. ആയതുകൊണ്ട് കഥകൾ അനേകമുണ്ടല്ലോ എൻ്റെ തലയിലപ്പ എൻ്റെ മകളൂർ ദേവ. ആയതുകൊണ്ട് ആയതിലേക്ക് ഞാൻ മുഖം കൊടുക്കുന്നില്ല. പുസ്തകഗ്രഹത്തിനും ശിഷ്ടപരിവാരത്തിനുമായിട്ട് മനസ്സുമായിട്ടും കുറുമായിട്ടും വരാഹമായിട്ടും നരസിംഹമായിട്ടും പരശുരാമനായിട്ടും ബലരാമനായിട്ടും ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും കൽക്കിയായിട്ടും അവതരിച്ചിട്ട് ആ ദുഷ്ടനിഗ്രഹം ശിഷ്ടപരിപാലനം എന്നിരിക്കുന്ന അനുഭവത്തെ എല്ലാം ഉളവാക്കിയിരിക്കുന്ന പരമാർത്ഥങ്ങളാണല്ലോ എൻ്റെ മകളൂർ ദേവ. ആയ പ്രകാരം ആയതിന്റെ ശ്രേഷ്ഠമായിട്ട് ആ ദുഷ്ടനായിരിക്കുന്ന ഹിരണ്യകശിപു എന്നിരിക്കുന്നതായ ധാരവരെ അടക്കുമാറായിട്ട് ഇങ്ങനെയുള്ളതായ നരസിംഹരൂപത്തെ പൂട്ടിട്ട് അങ്ങനെ അവനെ പിടിച്ചടക്കിയിട്ട് അവന്റെ പക്ഷം പിളർക്കട്ടെ. അവന്റെ കുടൽമാർ ധരിച്ചിട്ട് രക്തത്തെ പാഠം ചെയ്തിരിക്കുന്ന അവതാര ലക്ഷ്യങ്ങളെയെല്ലാം പൂർത്തീകരിച്ചിട്ട് കലിയോഗം ഭേദമായിട്ട് ഭക്തന്മാർക്ക് ആരാധനക്കിടക്ക് വണ്ണം നിറഞ്ഞു കളിച്ചു പോകണം എന്ന് കണ്ട് കരുതിയിട്ട് എത്ര കാലങ്ങളായി അല്ലെ ഒരുപാട് വൈതരണി എന്നിരിക്കുന്ന അനുഭവങ്ങളെല്ലാം വന്നു പോരുന്ന കാലത്ത് എൻ്റെ ദേവന്റെ മുഖം കണ്ടുപോരുവാൻ എനിക്ക് ഭാഗ്യമുണ്ടാവില്ലല്ലോ ഭഗവാനെ എന്ന് എത്രമാത്രം ഖേദിച്ചു. എൻ്റെ കാരണം എൻ്റെ തറവാടിൻ്റെ കുഞ്ഞുകിടാങ്ങള് എത്ര അനർത്ഥങ്ങൾ വന്നു കാരണം അല്ലേ ഇന്ന് കര കണ്ടു അല്ലെ. സംസാരമാകുന്നതായ സാഗരത്തിന്റെ അനസ്യൂറമായിരിക്കുന്ന പ്രയാണത്തിങ്കൽ വാട്ടം വന്നു പോകാതെ വണ്ണം രക്ഷിച്ചെടുത്തു പോകണം എൻ്റെ ദേവൻ. എൻ്റെ കന്യാസിദ്ധാന്തന്മാരും ലോകം ചമച്ചരിക്കുന്ന വിശ്വം ചമച്ചരിക്കുന്ന മഹാവിഷ്ണുമൂർത്തിയും അല്ലെ ആ പാതാരം ഇന്നത്തെ നമിച്ചുകൊണ്ട് ജന്മസാർത്ഥകമായിരിക്കുന്നതായ ഒരു ഭാഗ്യയോഗങ്ങളെയെല്ലാം തന്ന് രക്ഷിച്ചെടുക്കണം. ഏത് പ്രകാരം കാരണമോ നൈവിശ്യമായിരിക്കുന്ന വിചാരങ്ങൾ കൊണ്ട് ബന്ധിതന്മാരാണല്ലോ നിങ്ങൾ. ഈ ചടങ്ങുകളെല്ലാം അല്ലെ ആരാധന എന്നത് നിങ്ങളെന്നിരിക്കുന്ന ബ്രഹ്മത്വത്തിലൊക്കെ വണ്ണമായിട്ടുള്ള അനുഭവങ്ങളാണ് അല്ലെ. ദേവാകൃതമായിരിക്കുന്ന കാര്യാർത്ഥമായിട്ട് അനുവദിച്ചിരിക്കുന്ന കാലത്ത് ക്ഷുദ്രക്രിയയും മഹാവിഷ്ണുമൂർത്തിക്ക് ഒരുപോലെയല്ലേ. എങ്കിലോ നിങ്ങളെന്നിരിക്കുന്നതായ ആത്മത്തിങ്കിലേക്ക് നിറഞ്ഞിരിക്കുന്ന ശംഖുചക്ര ഗദാപത്മം ധരിച്ചിരിക്കുന്ന താവരദേവായി ധരിക്കുന്ന മൂർത്തി തന്നെ ഭഗവാൻ ഇരിക്കട്ടെ. എൻ്റെ പുല്ലാജിത്യൻ അന്ധകാരത്തിന് നിരോധനം ആണ് അല്ലെ. എത്ര അംഗങ്ങളുണ്ട് നിങ്ങൾ തറവാട് മുഖേതമായിട്ട് ഒരുപാട് അല്ലെ. എങ്കിലും ഈ തറവാട് എന്നിരിക്കുന്നതായ അനുഭവത്തിന്റെ അതിന്റെ അഗ്രപീഠത്തിങ്കൽ അവരോധിതമാക്കിയിരിക്കുന്നത് നിങ്ങളെയല്ലേ പുല്ലാജിത്യ അല്ലെ. ഭാഗ്യം അങ്ങനെ കൈലാസവും താണ്ടി ഇനി ഇതിനപ്പുറം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആവേണ്ട ധനങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുത്തു. ആവേണ്ടതായ അല്ലെ എല്ലാ അനുകൂലങ്ങളെയും നിങ്ങൾക്ക് തന്നു. ഇപ്പോഴിതാ കൈലാസവും താണ്ടി ഇനി പുനരാവർത്തി രഹിതമായിരിക്കുന്ന ശാശ്വത പദവി ഒന്ന് മാത്രമേ ഭാഗ്യമുള്ളൂ അല്ലെ. മോക്ഷം ധർമാർത്ഥ കാമമോക്ഷത്തിനായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണല്ലോ കാരണം ഈ കർമ്മ അനുഷ്ഠാനവും അല്ലെ. എന്തായാലും ആയിട്ടുള്ള ഭണ്ഡാര വീടിൻ്റെ ആ പവിത്രയും സ്ഥാനമാനത്തിനും കോട്ടം വന്നു പോകാതെ പരിപാലിച്ച് രക്ഷിക്കുവാനായിട്ട് സർവേശ്വരൻ്റെ അനുകൂലം ഉണ്ടാവണം. ഇനിയുണ്ട് ഒരുപാട് ചെയ്യുവാനായി ഒരുപാട് കർമ്മങ്ങളുണ്ട് ഭഗവാൻ. അതുകൊണ്ട് ഒരുപാടുമാരോടും ഒരുപാട് പൈതങ്ങളോടും തന്നെ കേട്ടോ എല്ലാവരോടും തന്നെ നിരന്തരം കാത്തിരിപ്പിൻ്റെ ഒരു സമാപ്തിയാണ് ഇന്ന് കണ്ടത്. കർമ്മ വിസർപ്പണ കർമ്മ ഭയാകണ രമ്യ സുദർപ്പണ ഗന്ധ. സന്തോഷമായി ഒട്ടനവധി ഇടർച്ചകളെല്ലാം വന്നു പോയിട്ടുണ്ടാവാം അല്ലെ. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ വന്നിരിക്കുന്ന സമസ്ത അപരാധങ്ങളെയും പുറത്തുകൊണ്ട് അല്ലെ ഇനിയും നാളേക്ക് വേണ്ടുന്നതായ അനുകൂലത്തെ എടുത്തു തരണം ഭഗവാൻ. എൻ്റെ വൈകുണ്ഠമൂർത്തിയും എൻ്റെ തൊണ്ടച്ചനും എന്നിരിക്കുന്ന ഒരു ഭയഭക്തി ബഹുമാനത്തോടും കൂടിയിട്ടുള്ള അഭ്യർത്ഥനയും പ്രാർത്ഥനയും മാത്രമേ കുടുംബാധികന്മാരുടെ മുഖത്തേക്ക് വരേണ്ടതുള്ളൂ അല്ലെ. അത്രമാത്രം ഇനിയത്തെങ്കിൽ വേറെ ചൊല്ലുന്നില്ല. ഈ ധന്യമുഹൂർത്തം അല്ലെ ഒരു പുരുഷായുസ് കൊണ്ട് ഒരുവന് നേടുവാൻ സാധ്യമായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതും അല്ലെ ധന്യമായതുമായിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്. കാര്യസാധ്യം വരുത്തിട്ട് രക്ഷിക്കണം ഞങ്ങളെ.
ഉത്തരാശിയിൽ അതുകൊണ്ട് ആ നിലയെങ്കിലായിരിക്കട്ടെ. അതുകൊണ്ട് ഞാനും കടാക്ഷ വീക്ഷണമുണ്ട് കേട്ടോ കുടുംബാധികന്മാരെ എല്ലാവരും. ഉത്തരാശിയെങ്കിൽ ഈ പ്രപഞ്ച മുഖത്തിനകത്ത് കണ്ടിരിക്കുന്ന കാലത്തുള്ള അനുഭവങ്ങളാണ്. ഇരിയത്തിങ്കൽ ഞങ്ങളെന്തിരിക്കുന്ന കർമാനുഷ്ഠാനം എൻ്റെ തടിയിലിപ്പം കൽപ്പിച്ചിരിക്കുന്ന അല്ലെ ആ എൻ്റെ നിത്യകർമ്മത്തിൽ തക്കവണ്ണം തിരിഞ്ഞ് ആയതിൻ്റെ ശേഷം അല്ലെ ഒത്തരാശിയോടും കൂടിയിട്ട് കൈയെടുത്ത് പോരേണ്ട കാരണങ്ങളുണ്ട്. വലിയ വീട് തറവാട് മുഖേതുമായിട്ടും അല്ലെങ്കിൽ 16 എന്നിരിക്കുന്ന കുടുംബാധികന്മാർ തറവാട് മുഖേതുമായിട്ടും എല്ലാം അതിൽ തക്കവണ്ണം മുഖം കൊടുക്കാൻ ആയതിൻ്റെ ഇപ്പോഴത്തെങ്കിലും പ്രകൃതി ഞങ്ങളെന്തിരിക്കുന്ന നിത്യകർമ്മം ഒന്ന് കടിക്കട്ടെ കേട്ടോ. അനേകം കാലമായി സമവികസിത ചരണനഖ സുമതിജനാത്ത പരാത്മസുഖം കാളിയമർദ്ദന ലാലസനാർത്തന കേലിജനാർദ്ദന കൃതമധുന. എങ്ങനെ കാട്ടിത്തരണം ഞാൻ കുടുംബാധികന്മാരെ കുടുംബാധികന്മാരെ ഉണ്ടോ അല്ലെ എല്ലാവരും ഹൃദയുള്ള പ്രാർത്ഥന അയ്യേട്ടം ഭഗവാൻ കേട്ടോ. മനുഷ്യങ്ങളെ ശേഷം എല്ലാവരോടും തന്നെ നിങ്ങളെന്തിരിക്കുന്ന പ്രാർത്ഥന പോലെയും ഭക്തി പോലെയും വിശ്വാസം പോലെയും ആയിരിക്കട്ടെ. ഇരിയത്തിങ്ങൾ ഞാൻ മുന്നാഴിയും കഴിച്ച് അല്പം പ്രസാദവും എടുത്ത് വരുത്തിയിട്ട് ഞാൻ എൻ്റെ തറവാട് എൻ്റെ അല്ലേ അല്ലെങ്കിൽ 16 എന്തിരിക്കുന്ന ആ വലിയ വീട് തറവാടിലേക്കൊന്ന് ഗമനം ചെയ്യാം. ഞാനും എൻ്റെ ഗതിരാജന്മാർ ആയിരിക്കട്ടെ. കുടുംബാധികന്മാർ തറവാടിൻ്റെതായ അനുഭവത്തെങ്കിലും പട്ടം കിട്ടിയിരിക്കുന്നതിൻ്റെ കാരണമില്ലേ? നിങ്ങളുടെ സൗഹൃദമല്ലാണ്ട് നിങ്ങളുടെ എന്തിരിക്കുന്ന അനുഭവത്തിലേക്ക് അല്ലാണ്ട് ഈ ഒരു നിവേദ്യം കുടിക്കണമെന്ന് ആർത്തിയോടെയാണ് ഞാൻ വന്നത്. അങ്ങനെ വന്നത് പാർത്തിയോടെ തന്നെ. അത് തരണ്ട കരങ്ങളിലാണ് ഉണ്ടാവേണ്ടത്. ആ ഒരു സാന്നിധ്യത്തിലാണ് അനുഭവിക്കേണ്ടത്. അതാണ് ഞാൻ ചൊല്ലിയത്. എന്നെ നിങ്ങൾ ഏത് വിധം കണ്ടത് ആരാധിച്ചത് എന്ന് ഇരിക്കട്ടെ. കുടിക്കട്ടെ ഞാൻ പറയാം കേട്ടോ. ഇത് പുണ്യകർമ്മമാണ്. ഈ കാലത്ത് എൻ്റെ കന്നിരാശിഭ്രാന്തൻ മാത്രം മതി എന്നുള്ളതായ ഭാവനയുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനിടെ നിൽക്കുന്നത്? ഒരു ദിവസം തറവാട് ദേവനെ കണ്ട് നിങ്ങൾക്ക് എവിടെ തന്നെ മടക്കാലോ ഈ ഗ്രന്ഥം ആണോ മനുഷ്യങ്ങളെ? കന്നിരാശിഭ്രാന്തനും ഞാനും ഇന്നത്തെ ദിവസം ഒരു മുഖത്തിൻ്റെ 2 ദൃഷ്ടി എന്ന പ്രകാരം ഗംഗ കനിഞ്ഞൊഴുകും ഇത് വയനാട്ട് കുലവന്റെ താനം. മഴ കാത്തു നിൽക്കുന്ന മനുജന്റെ നോവിൽ മഴയായി തഴുകുന്നു നാഥൻ. ഇവിടെ മഴയായി തഴുകുന്നു നാഥൻ. മോഹഭംഗങ്ങളും മാറ്റുന്നു ദൈവം. മോഹമായി മനസ്സ്
ഞാനെന്റെ രാഷ്ട്രഭ്രാന്തന്മാരും ഒന്നുകൂടി കയ്യെടുത്തിരിക്കുന്ന കാലങ്ങളിലായിരിക്കട്ടെ എന്നാറി കൊണ്ടിയെടുത്ത മൊഴി വേണം. ദേവന്റെ അനുകൂലത്തിനും പരമാർത്ഥം തന്നെ ഒരിക്കലും ഇതിരിക്കുന്ന മുഴുക്കം ദേവന്റെ അനുകൂലത്തിനും ശക്തിയായിട്ട് നടത്തി സത്യം പറയാൻ സാധിച്ചതിന് ശിവഹാദേവൻ തിരുവടയാണ്. മതിച്ച മൂന്നാൾ അല്ലെ ശേഷം ലോകനായകൻ, ശേഷം മങ്ങാടി കൊടിക്കാരോട്, ചക്കൈഭദ്ര, അങ്ങനെ ജന്മം പറയുവാനായിട്ട് ഒരുപാട് ദേവന്മാരുണ്ടെങ്കിലും ഞാനും എൻ്റെ കന്യരാശുഭ്രാന്തനും അല്ലെ അങ്ങനെ അമൂല്യങ്ങളായിരിക്കുന്ന രക്തശേഖരങ്ങളെയാണല്ലോ നിങ്ങൾ അല്ലെ സന്തോഷത്തോടെ അല്ലെ അങ്ങനെ ഘോഷയാത്രയായിട്ട് ഏറ്റി കാണുവാൻ സാധ്യമായിരുന്നു അല്ലെ. അല്ലെങ്കിൽ അതൊരു നിയോഗം, ഒരു ബന്ധം അല്ലെ ഉണ്ടായിരിക്കുന്ന കാലമാകുന്നതായ ആ സംസാരമാകുന്നതായ സാഗരത്തിന്റെ അനശ്വരമായിരിക്കുന്ന പ്രയാണത്തിങ്കൽ ഇതും ഒരു നിയോഗം എന്നിരിക്കുന്ന പ്രകാരം വണ്ണം കൊണ്ടാടുവാനും ആ അനുഗ്രഹം നേടുവാനും നിങ്ങൾ എന്നിരിക്കുന്ന കല്ലെങ്കിൽ പ്രകാരം എന്നിരിക്കുന്ന കുടുംബാധികന്മാർക്ക് സാധ്യമായത് പൂർവികമായിരിക്കുന്ന ജന്മജന്മാന്തര സുഖം എന്ന് മാത്രം പ്രാർത്ഥിച്ചോളെ കുടുംബാധികന്മാരെ അതിന്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒന്നരാശിയെങ്കിൽ ഒരു മുഖത്തിൽ രണ്ട് ദൃഷ്ടിയെന്ന പ്രകാരത്തും വണ്ണം കൺകുളിർക്കെ കാണാൻ സാധിച്ചല്ല. സന്തോഷമായി ഇത് അമൃത് തന്നെയാണ്. സാമതിയിൽ കത്ത് വൃക്ഷം വറവാക്കിയിട്ട് വറവാത്തിനകത്ത് എന്റെ സിംഹാദേവൻ തിരുവട്ടെ ഭൂഷണമല്ലല്ലോ. ഇന്നത്തെ ദിവസം എൻ്റെ കന്യരാജഭ്രാന്തൻ അനുഭവിച്ചാൽ അത് എനിക്കും സന്തോഷമുള്ളതാണ്, അനുഭവം പോലെ തന്നെ. കൊടുക്കണമല്ലോ, അത് അനുഭവിച്ചില്ലേ? ഈശന്റെ സ്ഥാനം ഇത് വയനാട്ട് കുലവന്റെ സ്ഥാനം നാഗഫല തിരുജടയിൽ ഗംഗ കനിഞ്ഞൊഴുകുന്ന കുണ്ടം കുയിലേ നീർക്കയം ഇത് തൊണ്ടച്ചനീശന്റെ സ്ഥാനം ഇത് വയനാട്ട് കുലവന്റെ സ്ഥാനം. വിഷ്ണുവേ നമഃ ശ്രീ മഹാരൂപായ നമഃ മഹാവിഷ്ണുവേ നമഃ ശ്രീ മഹാരൂപായ നമഃ തിരുമംഗലത്തിൻ മൊഴിക്കും ആ മാധുര്യം കുറയാതെ വാർച്ചത്ത് പോയത് അറിയില്ലപ്പ. തറവാടിന്റെ ആ തറവാട് എന്നിരിക്കുന്നതായ ആ സ്ഥാനം അത് അറിയാമല്ലോ, ആ നാമധേയം. അതിന്റെ അർത്ഥം അന്വർത്ഥമാക്കാണ്ട് ആ അർത്ഥത്തെ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ കഴിച്ചു പോരുവാൻ സാധ്യമാണ്. അതുകൊണ്ട് ഒന്നും ആഗ്രഹിച്ച ദേവനല്ല കാണണമെങ്കിലോ സാധിക്കും.
അല്ലെ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള അനുഭവങ്ങളല്ല, ഭക്തി മാർഗത്തിലൂടെ തന്നെയാണ് ആചരിക്കുന്നത്. ആണല്ലോ തത്തി വഴിപ്പിച്ചതല്ലല്ലോ. കാരണം താനെ പഴുത്തിരിക്കുന്ന കർമ്മങ്ങളായിരിക്കണം പൈതങ്ങളെ ബോധ്യമായോ ചൊല്ലിയത്. ശ്രദ്ധാഭക്തി എന്നതും ഭക്തി മാർഗം എന്നതും നിങ്ങൾ ആചരിക്കേണ്ട ഉപചാരങ്ങളും ആചാരങ്ങളും അല്ലെ ആ മാസാചാരങ്ങളും അതെല്ലാം ആണ്ടുവിടുവോർ വ്യത്യാസം വന്നു പോകാതെ അനുഷ്ഠിക്കുവാനുള്ള അനുഭവമുണ്ട്. പുതിയതാകൾക്കത് തിരുമംഗലത്തായവതരിച്ചു ശിവശക്തിതൻ താപം ശമിപ്പിക്കുവാനായി. തിരുമംഗലത്തായവതരിച്ചു അഗതികൾക്കാശ്രയം അരുളിടുന്നു, സ്ഥിതി പരിപാലനം ചെയ്തിടുന്നു. അഗതികൾക്കാശ്രയം അരുളിടുന്നു, സ്ഥിതി പരിപാലനം ചെയ്തിടുന്നു. ഒരുപാട് മുദ്രകളെല്ലാം കൊടുത്തില്ലേ, ഒരു കുറവും കൊടുത്തില്ല. അതുകൊണ്ട് ഭക്തിയോട് കൂടി നടന്നാൽ മാത്രമേ അതിനുള്ളതായ ഭക്തിക്ക് നമ്മുടെ മുക്തി ഞങ്ങൾ തന്നിട്ട്. അതുകൊണ്ട് ഇത് ഒപ്പം കലീരാജപ്രാവിന്റെ ഉപദേശം എന്ന് കരുതിക്കോ. കാരണം ആവട്ടെ എൻ്റെ കുണ്ടം കുഴിയപ്പ ഇപ്രാവശ്യം ഈ പ്രശ്നത്തിൽ വിശദമായി ചർച്ച ചെയ്തിട്ട് ഇതിൽ നമുക്ക് ആദ്യം പൂവാൾക്കാനുള്ള നെല്ല് കൊടുക്കാൻ പറഞ്ഞു. അതൊരു കിണ്ട നെല്ല് അന്ന് കൊടുത്തു പൂവാൾക്ക് നെല്ല്. ഇപ്പോൾ വെച്ചേർത്തും പിന്നെ കലവറ നടക്കുമ്പോഴേക്ക് ഇതിൻ്റെ അരിയും ബാക്കി അതിൻ്റെ പച്ചക്കറി സാധനങ്ങൾ ബാക്കി എല്ലാ സാധനങ്ങളും ഉപ്പും മുട്ട് കലക്കുന്ന സാധനങ്ങൾ കൊടുത്തു. കൂടാണ്ട് നായാട്ട് വകയിൽ നായാട്ടുകളുടെ ഒരു മൃഗത്തിൻ്റെ പൈസയും ചിലവ് എത്ര കൊടുക്കുന്ന ആ ചിലവും പിന്നെ അതിനുള്ള മദ്യത്തിന് ചിലവും കൂടിയാണ് എത്ര കൊടുക്കും. അപ്പോൾ അത് നമ്മൾ ഏറ്റിട്ടുണ്ട് കൊടുക്കാൻ. ചൊല്ലിയ മൊഴിയുടെ പ്രായശ്ചിത്തമായിട്ട് അല്ലേ. ഇനി അങ്ങോട്ട് ഈ ദുരിതം ഒഴിയണം എന്നിരിക്കുന്ന പ്രാർത്ഥനയും. ചേട്ടൻ എത്ര കണ്ണ്? അത് അതിൽ അമ്മയും മോനാണ് ഇതിൽ പ്രധാന കക്ഷികൾ. ശേഷം ബാക്കിയില്ലല്ലോ, ബാക്കി കുടുംബത്തിലുണ്ട്. എത്രയുണ്ട്? 400 പെടുന്നത്. അതുകൊണ്ട് അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അഖില പ്രേത സങ്കല്പത്തിൽ തറവാടിന്റെ മുൻപ് ഒരു അത് ഏറ്റുവാങ്ങുന്നത്. ഞാൻ മുറിച്ച് പറയാം. ശേഷം എൻ്റെ വലിയ ചെങ്ങാറ് ചൊല്ലുവല്ല. അതുകൊണ്ട് ആ ഇത് ഇന്നത്തോടെ തീർന്നു കിട്ടണം എന്നിരിക്കുന്ന പ്രാർത്ഥന. ഇനി അങ്ങോട്ട് മദ്യാസക്തി കൊണ്ട് തന്നെയാണ് യാദവംശം നാശം വരുത്തിയതെന്ന് അറിയാമല്ലോ. ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമോ നിങ്ങൾക്ക്? അതും അറിയണമല്ലോ അല്ലേ. ഭാവിയിൽ എന്ന് പറയാം. ഇനി അങ്ങോട്ട് അങ്ങനെയുള്ള ശാപകോപാലികൾ വന്നു പോകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. തറവാടിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും വന്നു ചേരുന്നതുണ്ട്. അതാണ് നേരത്തെ എൻ്റെ ചെങ്ങാറ് ചൊല്ലിയത്. അതെ, ആ കഞ്ഞിക്ക് കൊടുക്കേണ്ടതായ അനുഭവം. ആ കഞ്ഞി കുടിച്ചത് തൃപ്തിയായിട്ടുണ്ടോ എന്ന് എൻ്റെ ചെങ്ങാറ് ചൊല്ലിയാൽ മതി അല്ലേ. വിട്ട് കൊടുക്കാം അല്ലെ. മനുഷ്യന്മാരല്ലേ, കുടുംബാദികളും കുഞ്ഞുകിടാങ്ങളല്ലേ. ഇനി ഒരു കാലത്ത് അങ്ങനെ വന്നു പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. മഹാവിഷ്ണുവേ നമഃ, ശ്രീ മഹാരൂപായ നമഃ. തിരുമംഗലത്തിൻ തിലകക്കുറിയായി, തിരുമംഗലത്തിൻ തിലകക്കുറിയായി കുടികൊള്ളും ശക്തിയേ നമഃ. ശ്രീ അവതാര രൂപനേ നമഃ. മഹാവിഷ്ണുമൂർത്തി ചെയ്തിരിക്കുന്ന കർമ്മം ഇത്രവരേക്കും പാഴാവാണതൊക്കെ വണ്ണം രക്ഷിച്ചെടുത്തിട്ടുണ്ട്. ഇനിയുമായിട്ടല്ല, ഇതെല്ലാം പൂർവികമായിരിക്കുന്ന ഒരു അനുഭവമാണ്. ആ ഒരു പ്രകാരം ആ വന്ന് വിട്ടിരിക്കുന്ന ആ കന്നിനെയെല്ലാം എൻ്റെ ചെങ്ങാറ് വിട്ടുകൊടുത്തുന്നു. അത് ഞാൻ വൈകുണ്ഠത്തിലേക്ക് ലയിപ്പിച്ചേർക്കുവാനുള്ള അനുകൂലം എടുത്തു തരുന്നു. അതുകൊണ്ട് ഞങ്ങളെന്തിരിക്കുന്ന കൊച്ചുമുഖത്ത് ബന്ധനം ചെയ്തിരിക്കുന്ന ഈ കന്നുകളെ ഇത് വിട്ടുകൊടുക്കാം, വിട്ടു തരുന്നേ. ഇത് നിങ്ങൾക്ക് വേണോ? ഞങ്ങളെന്തിരിക്കുന്ന കൊച്ചുമുഖത്ത് ബന്ധനം ചെയ്തിരിക്കുന്ന കന്നിൻ്റെ കയറോട് തരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണോ? ഞങ്ങളെന്തിരിക്കുന്ന കൊച്ചുമുഖത്ത് ബന്ധനം ചെയ്തിരിക്കുന്ന കന്നിൻ്റെ കയറോട് തരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണോ? എൻ്റെ കഴിയപ്പാ ആയത് പ്രകാരം തന്നെ ഒത്തുകൊണ്ട് ഒരുപാട് ചേർത്ത് വരണേ. അത് കെട്ടിവെക്കാ, നല്ല കെട്ടിവെക്കരുത്. വിഷ്ണുവേ നമഃ, ശ്രീ മഹാരൂപായ നമഃ. ധനമാർഗം തന്നെ ഇട്ട് പരിപാലിക്കുവാനൊക്കെ വേണ്ടമുള്ളതായ അനുകൂലം ദേവൻ തന്നുപോരും എന്ന് കരുതുമാറായിരിക്കട്ടെ. കുടുംബാധികന്മാരോട് എല്ലാവരോടും ഗുണം വരണം.
ദയാഭിഷ്ടപൂർത്തിയായി എവിടെയും കാണാൻ സാധ്യമാകുമല്ലോ നിങ്ങൾക്ക്, അല്ലെ? തറവാടിൻ്റെ വർഷം പ്രതിയുള്ളതായ ആരാധനയുണ്ട് നിങ്ങൾക്ക്, അല്ലെ? അഗ്നി സ്ഫുടം ചെയ്തിരിക്കുന്ന മാതാവിനെ, അല്ലെ? ആ നിലയെങ്കിൽ ദേവനെയും ഒന്ന് കണ്ടാലേ ഒരു ഭാരമാകുമോ അത്? കാരണം ആ ജന്മമരണം എന്നിരിക്കുന്ന അനുഭവം ചിത്രത്തിന്റെ അഗ്രസുന്ധാരി എന്നിരിക്കുന്ന പുസ്തകത്തെങ്കിൽ വിരാജിച്ചത് മാത്രം അത്രയേ ആയുസുള്ളൂ, അല്ലെ? വിട്ടുകൊടുക്കുന്നത് അതിൻ്റെ ആ മറുഭാവം കൂടി ചിന്തിക്കണം. വന്നുപോയിരിക്കുന്ന പിഴവുകളെ എല്ലാം ദേവന്മാരെ കയ്യേറ്റിട്ട് അല്ലെ ഭാവിയിലേക്ക് വേണ്ടുന്നതായ അനുകൂലം തരണം. മനസാ വാച കർമ്മണ വന്നുപോയിരിക്കുന്ന സമസ്ത അപരാധങ്ങളെയും പുറത്തിട്ട് കായേന വാച മനസേന്ദ്രിയ അറിവ്യ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവം കരോമിയത്തിൽ സ്വയംപരസ്മൈ നാരായണ സമർപ്പയാമി എന്ന് ചൊല്ലുവാനുള്ള മുഹൂർത്തമാണ്. അനന്തഭവം ശിവാനുഭവം അഗാധമഹാമയരുദ്രമയം അനന്തഭവം ശിവാനുഭവം അഗാധമഹാമയരുദ്രമയം പ്രഭാഭരിതം ജടാ ശാന്തശിവം അനന്തഭവം ശിവാനുഭവം അഗാധമഹാമയ ദുരിതങ്ങളെല്ലാം ദൂരെ നീക്കണമെന്ന് അപേക്ഷിക്കവേ ദേവൻ അനുഭവിക്കുന്ന കാലത്തെ അനുഭവിക്കട്ടെ കുഞ്ഞുങ്ങൾ ദേവൻ തന്നെ, അല്ലാതെ വേറിട്ടൊന്നും ദേവന് വേണ്ടല്ലോ. ഈ വീട് മുടക്കുന്ന കാലത്തെ നിങ്ങൾ മഹാദേവൻ തിരുവരുടെ നല്ലതാൽ ചന്ദ്രകലാധര താരാധീശ്വര സർവലോക പ്രജാപതേ ചന്ദ്രകലാധര താരാധീശ്വര സർവലോക പ്രജാപതേ ഘോരഭാവം ഭൂതനാഥം നീലകണ്ഠം മഹാശിവം ഘോരഭാവം ഭൂതനാഥം നീലകണ്ഠം മഹാശിവം അനന്തഭവം ശിവാനുഭവം അഗാധമഹാമയരുദ്രമയം പ്രഭാഭരിതം ജടാനിപീഠം ഗംഗാധരഹര ശാന്തശിവം അനന്തഭവം ശിവാനുഭവം അഗാധമഹാമയരുദ്രമയം ഭസ്മവിഭൂഷിതശൂലായുധകര സർവനാട്യമഹാഗുരോ ഭസ്മവിഭൂഷിതശൂലായുധകര സർവനാട്യമഹാഗുരോ വിശ്വരൂപം മൃത്യുദേവം കുഞ്ഞുങ്ങൾക്ക് നാളെ ദുഃഖമുണ്ടാവരുത് എന്നാണ് ദേവൻ പറഞ്ഞത്. എല്ലാം മോക്ഷപ്രാപ്തി ചെയ്യേണ്ടത് തന്നെ അല്ലേ കാരണം. അപ്പോൾ എന്തിന് ഒഴിഞ്ഞ കുഴി വാരി കളിക്കണം എന്നാണ് ഈ നിമിത്തം കാണിക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ ഇതിൽ ദുഃഖങ്ങളല്ല പറഞ്ഞത് ദേവൻ. നിങ്ങൾക്ക് നാളെ രക്ഷയാന്ന് പറഞ്ഞത് അല്ലേ ജനാർദ്ദന? അവരെല്ലാം കൂട്ടിച്ചേർക്കണം, എന്നിട്ട് നടത്തിക്കോ.
ദേവൻ കൂടി ഉണ്ടാവും. അല്പത കാലതാമസം വന്നാലും എല്ലാം ഒത്തരാശികൾ നിന്നിട്ടാവും. എപ്പോഴാന്ന് മുഹൂർത്തം കുറിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ചേർക്കാൻ പറ്റും. ഇത് തന്നെ പറയും, അപേക്ഷയുമുണ്ട് ചേർക്കേണ്ടതുമുണ്ട് എന്നൊരു നിമിത്തമാണ് ഇതിൽ കാണിച്ചു തന്നത്. ഇതിൽ ചേർക്കന്നെ വേണം, അല്ലെങ്കിൽ ചേർക്കണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടിയില്ല, അത് വേണ്ടാന്ന് ഒഴിഞ്ഞു വെക്കട്ടെ അല്ലേ, അങ്ങനെ അതുകൊണ്ട് ചേർക്കണം. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം തീർക്കട്ടെ, എല്ലാ കരകളും തീർക്കട്ടെ, ഐശ്വര്യമായിട്ട് നിലനിൽക്കട്ടെ. കാവിൽ പെണ്ണാറുപടി തറവാട് ആധാരമായിട്ട് അതിൻ്റെ നാമധേയം 18 ക്ഷേത്രങ്ങളിലും കൊച്ചമുങ്ങിയായ നിധിയായിട്ട് നിലനിൽക്കട്ടെ ഇല്ലേ. കാരണം കാവിൽ പെണ്ണാറുപടി തറവാട് എൻ്റെ കാർന്നോൻ്റെ അഭിമാനവും അതുപോലെ നിലനിൽക്കണം. ഇട്ടിക്കാക്കോട്ടെ ആധാരമായിട്ട് അല്ലേ, പത്മനാഭ അങ്ങനെ വേണം എന്നാണ് ദേവൻ പറയുന്നത്. അതുകൊണ്ട് നടത്തിക്കൊനങ്ങനെ. അതുകൊണ്ട് കാലതാമസം വരുന്നില്ല ദേവൻ. വിശ്വരൂപം മൃത്യുദേവം വാമദേവം മഹേശ്വരം അനന്തഭവം ശിവാനുഭവം അഗാധമഹാമയരുദ്രമയം അനന്തഭവം ശിവാനുഭവം അഗാധമഹാമയരുദ്രമയം പ്രഭാഭരിതം ജടാനിബിഡം ഗംഗാധരഹര ശാന്തശിവം പ്രഭാഭരിതം ജടാനിബിഡം ഗംഗാധരഹര ശാന്തശിവം അനന്തഭവം ശിവാനുഭവം അഗാധമഹാമയരുദ്രമയം. മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് എടുത്തു ആന്തൂരടി മണിവാടം മുൻകേതമായി ആന്തൂരും കുന്നൂരും മാതമംഗലും വെതിരിയും തിമിരിയും അഞ്ചിട്ട് ഏത്താനും മുൻകേതമായി ശേഷിപ്പെട്ടു. അതിനകത്ത് ഡ്രസ്സും പൊടിയും നക്കി നായാട്ടും ചേർന്നിരിക്കുന്നു. 6ാമത് വെള്ളരിമാടം മുൻകേതമായി ശേഷിപ്പെട്ടു. 14 തെങ്ങിരിക്കല്ലാടി സോമശ്ശേരി തിരുനെറ്റിക്കല്ലിലപ്പൻ തിരുവർകുന്നത്ത് ഭഗവതി മീൻകുളത്ത് കൃഷ്ണനും കയ്യാധാരമായി ഡ്രസ്സും പൊടിയും നക്കി നായാട്ടും തേമ്പരിച്ച് കൊടുക്കുകയും എൻ്റെ സിംഹാദേവൻ ദേവയുടെ നല്ലതാൽ 7ാമത് അന്ന് ഇന്നലും കോലാർക്കുന്നും ചെറ്റാർക്കുന്നും പൗവൻകുന്നും പൈൻകടവും ദേവിയൂട്ടും 72 മകരമ്പടിയും കയ്യുറപ്പ് നൽകി. അതിനകത്ത് തൃപ്പും കുളിയും നായാട്ടം ജയം വരിച്ച് കൊടുത്തു എൻ്റെ സിംഹാദേവൻ തിരുവയുടെ നല്ലതാൽ. 8ാമത് 8 നാട്ടിൽ പ്രധാനം നാട് വാഴുന്ന ഉടയവര് അല്ലേ പവന അക്കര. അതുകൊണ്ട് നാട് വാഴുന്ന ഉടയവര് ഒരു ദൈവം കൈയെടുത്തിട്ടുണ്ട്. വയനാട്ടിന് മലനാട്ടിലേക്ക് ഞങ്ങളുടെ കൂടെ അങ്ങനെ ഒരു ദൈവം കൈയെടുത്തിട്ടുണ്ടെങ്കിൽ പന്തമരത്തും കയറി ചെത്തിക്കോരി മറവളച്ച് കൊള്ളണം എന്ന് നാട് വാഴുന്ന ഉടയവൻ മൊഴിയടക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് കല്ലാടിയില്ലാത്ത ദൈവമോ കോമരമില്ലാത്ത ദൈവമോ, കല്ലാടിയില്ലെങ്കിലോ തിമിരിക്കല്ലാടി, കോമരമില്ലെങ്കിലോ കോട്ടവാതുക്കൽ തണ്ടാൻ. അന്നെ കോട്ടവാതുക്കൽ തണ്ടാനെ കൊണ്ട് പന്തമരത്തിൻ കീഴ് ചെത്തിക്കോരി മറവളച്ചു, എതിരത്തെ തോറ്റവും കഴിപ്പിച്ചു. അന്ന് ഉച്ചക്കത്തെ കന്യാധാരം നേരത്തെ നിലനീക്കിപ്പോരുന്ന കാലത്ത് അയ്യോ വിധിമയമേ വേണ്ടായിരുന്നുവല്ലോ ഇത്. കള്ളയും കുറിച്ചിയും അനുഭവം വരുന്ന ദൈവമല്ല, ഓലസ്വരൂപത്തിങ്കൽ വാഴും ദൈവം വാഴും എൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ. അങ്ങനെയെങ്കിൽ അന്തിക്കത്ത് അത്താഴം നേരത്ത് പച്ചയിറച്ചിയും വടക്കേ വാതിലുമായി നരിപ്പുറത്ത് കയ്യും വെച്ച് തെളിമ വിട്ട് കയ്യേറ്റോളെ വേണ്ടു എന്ന് ദേവൻ മൊഴിയടക്കി. അങ്ങനെ അത് നാടുവാഴുന്ന ഉടയവൻ്റെ കർണത്തിങ്കലറിഞ്ഞു. അങ്ങനെയുള്ളതായ അങ്ങനെ നാടുവാഴുന്ന ഉടയവൻ്റെ കർണത്തിങ്കലറിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയല്ല അന്തിക്കത്തെ അത്താഴ നേരത്ത് പച്ചയിറച്ചും വടക്കേം വാതിലുമായി നരിപ്പുറത്ത് കയ്യം വെച്ച് തെളിമ വിട്ട് കയ്യേറ്റോളെ വേണ്ടു എന്ന് കൽപ്പിച്ചു നാടുവാഴ്. ഇതുകൊണ്ട് മുതിവര എന്ന അവസ്ഥ കരുതി അന്ന് കഴുകമരം തീർത്തുകൊണ്ടേ മുതിവോറും എന്ന അവസ്ഥ വിശേഷിച്ചു. അന്ന് വിശ്വർമാവിനെ വിളിച്ചു വെച്ചു. അന്ന് പിറ്റേന്നാൾ ഉച്ചതിരിഞ്ഞ് അയ്യടി നേരം ആകുമ്പോൾ കഴുകമരം തീർത്ത് കൊണ്ടുപോയി. അന്ന് പേടിക്കുന്നോൻ ഭയപ്പെടുന്നോൻ തിമിരക്കല്ലാടി. ഇടിക്കേണ്ട ഭയപ്പെടേണ്ട എൻ്റെ തിമിരക്കല്ലാടി എന്ന് നിദ്രാവസ്ഥയെങ്കിലെ സ്വപ്നത്തെ കാട്ടിക്കൊടുത്തെൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ. അന്ന് ആഴിക്കോട്ട് തറയിങ്കൽ ചെന്ന് ചങ്ങാതി ഒരിക്കൻ ചേറി ഉടവൻ മുണ്ടയാടൻ മാവില മരുതയോടൻ
ഇങ്ങനെ ആറില്ലത്തെ അകമ്പടിമാരിക്കും ഇന്നത്തെ കാട്ടി കൊടുത്തു ഞാൻ. അന്ന് കാക്കട്ടും പരുന്തിനും ഇരിക്കാൻ വൃക്ഷമില്ലാതെ മണൽപ്പുറ പ്രദേശത്തെ കരിമരം കൊണ്ട് കാവാക്കി. വരികാവുന്ന് പന്നീനെയും മറുകാവുന്ന് നരിയെയും മുളക്കിച്ചു. ചാലാട്ട് കടപ്പുറം മുൻവേദമായിട്ട് യുദ്ധമുണ്ടാക്കി. ഇയ്യഞ്ചേരി പട്ടറെ പാൽക്കിണറ്റിൽ തുള്ളിച്ചു. ആരെക്കൊണ്ട് വേണം എന്റെ അഭിമാനം പൊഴിക്കാൻ? കണ്ണും ചെപ്പും കാണാത്ത ഇയ്യഞ്ചേരിയിലത്തെ അകമ്പടിയിലെ കൊണ്ട് ചെവിട്ടം കൊണ്ട് വെടിവെപ്പിച്ചു. ഊണമില്ലാത്ത പൊലിത്തോൾ നാടുവാഴുന്നവന് കാണാൻ തക്കവണ്ണം വെടിപ്പിച്ചു. വളഭക്ഷണത്ത് കോട്ടയെങ്കിൽ കൊണ്ട് നിർത്തിച്ചു. അന്ന് കോട്ടവാതുക്കൽ തണ്ടാനെ കൊണ്ട് നീതുപാത്രവും മന്ത്രപാത്രവും മീൻകോലും ഇറച്ചിക്കോലും ഇരിപ്പിടയുമായി തെളിമ വിട്ട് കയ്യേറ്റു ഞാൻ. ഇതുകൊണ്ടും മതിപോരാ എന്നവസ്ഥ കരുതി അന്ന് നാടുവാഴുന്ന ഉടയവന്റെ വടക്ക് മാടവൻ കൂടി വഴക്കം വരുത്തിയാലേ മതിപോരും എന്നവസ്ഥ വിശേഷിച്ചു. അന്ന് ഉച്ചതിരിഞ്ഞ് അയ്യടി നേരമാകുമ്പോൾ വടക്ക് മാടവും ഞാൻ വഴക്കം വരുത്തി. അന്ന് കോട്ടവാതുകൾ തണ്ടാനെ കൊണ്ട് മീതുപാത്രവും മന്ത്രപാത്രവും മീൻകോലും ഇറച്ചിക്കോലും ഇരിപ്പടയും വെപ്പിച്ചു. നാട് വാഴുന്ന ഉടയവനെ കൊണ്ട് അംശത്തെ ചെയ്യിപ്പിച്ചു. കയറ്റിയിരിക്കുന്ന കഴുകുമരം വിറക്കിച്ചു. ചെട്ടീനെ വിളിച്ച് വളയും തീർത്തു. തിരുമുടിക്ക് പട്ടും മുൻകൈക്ക് വളയും. കോലസ്വരൂപത്തിങ്കൽ വാഴും ദൈവം വാഴും വയനാട്ടുകുലവൻ എന്ന നാമധേയത്തെ വിളിച്ചുവല്ല. എന്റെ സിംഹാദേവൻ തിരുവരുടെ നല്ലവൻ നാടുവാഴുന്ന ഉടയവൻ. അതുകൊണ്ട് അഭിമാനം പൊഴിച്ചിരിക്കുന്ന ദേവൻ തന്നെ എന്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ. അന്ന് കുന്നിലും കോലാർക്കുന്നും ചുറ്റാർക്കുന്നും ഭഗവൻ കടവും വയൻകരയും 72 അകമ്പടിനെ കൊണ്ട് കയ്യുറപ്പ് നൽകി. അതിനകത്ത് തൃപ്പും കുളിയും നഞ്ചും നായാട്ടം ജയം വരുത്തി കൊടുത്തു എൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ. ഇങ്ങനെ പരന്ന വെള്ളം പോലെയും പടർന്ന വള്ളി പോലെയും ഭൂമി കൊഴിഞ്ഞ ദിക്കങ്കാൽ സമുദ്രം നിൽക്കും പ്രകാരത്തും വണ്ണം അവിടെ ഇവിടെ നിലയുറപ്പിച്ച ദേവനാണല്ലോ. എട്ടില്ലത്തിന്റെ ചെറ്റക്ക് പറ്റിയിട്ടെങ്കിലും അഭിമാന്യം പൊഴിയിട്ടിരിക്കുന്ന ദേവനാണ് എൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ. അതുകൊണ്ട് ചാൽവഴക്കം കോളിക്കര വിറ്റക്കത്തകഞ്ഞ് മൈന്തമരിയം മന്തിയുറക്കെ കോട്ടപ്പാറ അന്ന് അലട സ്വരൂപത്തിങ്കൽ ആനവാതുക്കൽ കരിവീരനും കോട്ടച്ചേരി പട്ടറെ കന്നീരാശിയും വിളങ്കൂറ്റ് സ്വരൂപത്തിങ്കൽ ചെരുക്കവീരനും ചള്ളത്തോറും കോട്ടപ്പാറ കുഞ്ഞിക്കോരനും കവനാട്ട് സ്വരൂപത്തിങ്കൽ അണിയഞ്ചുരുക്കത്തെ അണിഞ്ഞ പത്തിക്കേളനും ചെറുക്കുളത്തെ കേളനും 3000 വട്ടം നാട്ടിനകത്ത് കൊട്ടിയാടിയും തലപ്പത്തേരിയും 5000 വട്ടം നാട്ടിനകത്ത് കല്യാണത്ത് മഞ്ചും കൊപ്പളത്തെ കേളിനും ഇങ്ങനെയൊക്കെ വഴക്കം വരുത്തിയല്ലോ എന്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ. ദേവന പറഞ്ഞാൽ തീരുവ കഥ. അതുകൊണ്ട് അല്പത ചൊല്ലിക്കടിച്ചിട്ടുണ്ട്. പെടുങ്ങനെ കണ്ട് ദേവന് നഷ്ടമേ കൊള്ളാൻ തക്കവണ്ണം ഭാവിക്കുന്നേ. അതുകൊണ്ട് പരന്ന വെള്ളം പോലെയും പടന്ന പള്ളി പോലെയും ഭൂമി കുടിഞ്ഞ തിക്കൽ സമുദ്രം നിൽക്കും പ്രകാരത്തും വണ്ണം ചാൽവഴക്കം കോടിക്കര വിറ്റക്കത്തേക്കഞ്ഞി മൈന്തംപെരിയം മന്തിയുറക്കി കോട്ടപ്പാറ ഇങ്ങനെ ഒക്കെ നാലും എൻ്റെ എട്ടില്ലത്തിന്റെ തെറ്റൊക്കെ പറ്റിയിട്ടെങ്കിലും അഭിമാനം പൊഴിച്ചിരിക്കുന്ന ദേവനത കാവിൽ പിണാറ എടുത്തറവാടാധാരമായിട്ട് ഉദിച്ച് കാണാൻ സാധിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കാരണം അല്ലേ പത്മനാഭ എട്ടില്ലത്തോട് തന്നെ രാജാ. അതുകൊണ്ട് വെടിങ്ങനെ കണ്ട് ഇങ്ങനെ കാരണം മനുഷ്യങ്ങളെ ദേവനോട് തന്നെ വെടിങ്ങനെ കണ്ട് ദേവനെന്ന് അസ്തമയം കൊള്ളാൻ തക്കവണ്ണം ഭാവിക്കുന്നേ. അതുകൊണ്ട് ദേവൻ കൽപ്പകർത്തായിട്ട് തന്നിരിക്കുന്ന പച്ചേരി ദശപുഷ്പങ്ങളിലും സൂനമെന്ന് കരുതി ഹരിനാരായണ എന്നോ ഹരി ഗോവിന്ദ എന്നോ ഓം നമശിവായ എന്ന മന്ത്രം ആത്മാവിനകത്തോ ഉരുക്കഴിക്കവരും. അതുകൊണ്ട് എന്റെ കാവിൽ പിണാറയുടെ തറവാടാധാരമായിട്ട് വൈഡൂരം വിളയുന്ന പുഞ്ചഭൂമിയാക്കി തീർത്തിട്ട് ഐശ്വര്യമായിട്ട് വേണ്ട കൈവല്യം എൻ്റെ സിംഹാദേവൻ്റെ നല്ലതാൽ ഈ ദേവൻ ഉണ്ടാക്കി തന്നിട്ട് നേരായ വഴിക്ക് നടത്തേക്കും ഏവരോടും തന്നെ. അതുകൊണ്ട് അസ്തമയം കൊല്ലട്ടെ.
വയനാടൻ മലയിറങ്ങി 4 നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. വയനാടൻ മലയിറങ്ങി 4 നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. നാദാപുരം ചെമ്മരത്തി മാടത്തിൻ മുറ്റത്തെത്തി പൈതാകം മാറ്റാൻ തുടം കള്ള് കോതിച്ചു ദേവൻ. നാദാപുരം ചെമ്മരത്തി മാടത്തിൻ മുറ്റത്തെത്തി പൈതാഹം മാറ്റാൻ തുടം കള്ള് കോതിച്ചു ദേവൻ. വയനാടൻ മലയിറങ്ങി 4 നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. പൊന്മകൻ പൊനം കൊയ്യാൻ പോയ കേളനല്ലാതെ നൽകുവാൻ കള്ളില്ലെന്ന് ചൊല്ലുന്നു ചെമ്മരത്തി. പൊന്മകൻ പൊനം കൊയ്യാൻ പോയ കേളനല്ലാതെ നൽകുവാൻ കള്ളില്ലെന്ന് ചൊല്ലുന്നു ചെമ്മരത്തി. ഇല്ലെങ്കിൽ നല്ലതെന്നാഴത്തിൽ മൂളി ദേവൻ വല്ലപാടേ നട നീണ്ട വഴി തുടർന്നു. ഇല്ലെങ്കിൽ നല്ലതെന്നാഴത്തിൽ മൂളി ദേവൻ വല്ലപാടേ നട നീണ്ട വഴി തുടർന്നു. വയനാടൻ മലയിറങ്ങി 4 നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. ഒരു നാടു വട്ടത്തിൽ കാടൊഴിച്ചു നട്ടുച്ചയ്ക്ക് ഒരു വേട്ട മൃഗവുമായി തിരികെ വന്നെത്തി കേളൻ. ഒരു നാടു വട്ടത്തിൽ കാടൊഴിച്ചു നട്ടുച്ചയ്ക്ക് ഒരു വേട്ട മൃഗവുമായി തിരികെ വന്നെത്തി കേളൻ. ഒരു തുള്ളിക്കള്ളില്ല കുടം കണ്ടങ്ങമ്പരന്നു ഒരു വൃദ്ധൻ വന്നു പോയ വഴി ചൂണ്ടി ചെമ്മരത്തി. ഒരു തുള്ളിക്കള്ളില്ല കുടം കണ്ടങ്ങമ്പരന്നു ഒരു വൃദ്ധൻ വന്നു പോയ വഴി ചൂണ്ടി ചെമ്മരത്തി. വയനാടൻ മലയിറങ്ങി 4 നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. തൊണ്ടച്ചായെന്നുള്ളോരാദരം വിളി കേട്ട് തൊണ്ടച്ചനായി ദൈവം കേളനോടൊപ്പം ചെന്നു. തൊണ്ടച്ചായെന്നുള്ളോരാദരം വിളി കേട്ട് തൊണ്ടച്ചനായി ദൈവം കേളനോടൊപ്പം ചെന്നു. ഉള്ളതുണ്ടാകുമെന്ന് ചൊല്ലിലത്ഭുതം കേളൻ ഉള്ളം പതഞ്ഞു നുര ചിന്നുന്നു മധുകുംഭം. ഉള്ളതുണ്ടാകുമെന്ന് ചൊല്ലിലത്ഭുതം കേളൻ ഉള്ളം പതഞ്ഞു നുര ചിന്നുന്നു മധുകുംഭം. വയനാടൻ മലയിറങ്ങി 4 നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. ഉള്ളാലും ഉടലാലും നമിച്ചു നിന്നു കേളൻ കല്ലുവ കോതിയതിൽ അമ്മയും മാപ്പിരന്നു. ഉള്ളാലും ഉടലാലും നമിച്ചു നിന്നു കേളൻ കല്ലുവ കോതിയതിൽ അമ്മയും മാപ്പിരന്നു. ചുട്ടിറച്ചി വെച്ചിറച്ചി മധുകൂട്ടി അമൃതേത്തിൻ ഉത്തമനായ ദൈവം ഉന്മത്തം കേളിയാടി.
ചുട്ടിറച്ചി വച്ചിറച്ചി മധുകൂട്ടി അമൃതേത്തിൻ ഉത്തമനായ ദൈവം ഉന്മത്തം കേളിയാടി. വയനാടൻ മലയിറങ്ങി 4 നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. കേളനിൽ ദേവാംശം കണ്ടറിഞ്ഞു കുലവൻ, കേവലനാമവനെ ദേവനാക്കാനുറച്ചു. കേളനിൽ ദേവാംശം കണ്ടറിഞ്ഞു കുലവൻ, കേവലനാമവനെ ദേവനാക്കാനുറച്ചു. വെയിലാറിയ നേരത്ത് കാടിന്നു തീടാൻ വിത്തെറിയും നിലമൊരുക്കാൻ വർക്കിലമ്മി അവരെല്ലാം അനുഗ്രഹിച്ചു. ഇനി മേലേക്കും ഈ ഭണ്ഡാരവൂട് തറവാടിൻ്റെ അഭിവൃദ്ധി, അതുപോലെ തന്നെ അതിൻ്റെ കുടുംബാധികന്മാരെല്ലാം ചേർന്ന് കളിക്കാൻ ഒരു മനസ്സായ ഒരു ബുദ്ധിയാലെ ചേർന്ന് ഐക്യമനോഭാവത്തോട് ചേർന്ന് കളിക്കാനുള്ള അനുകൂലം ഉണ്ടാക്കണം. തറവാടിൻ്റെ മുൻകിടാങ്ങൾക്കും കർമാചാരികൾക്കും വേണ്ടി ആയുരാരോഗ്യം ഐശ്വര്യ ദീർഘായുസ്സും ദേവന്മാർ ഈ വടക്കുളാളും വൃദ്ധനാളും വിഹൂസും മാണവായുസും ശ്രീയും സമ്പത്തും കൂടി പുറപ്പെടുത്തമാളാളും വൃദ്ധമുണ്ടായിരിക്കാം. വാഴുകിടാനും കളിക്കുന്നതാനും കളിക്കീശ്വരം ഉദാരിക്ക പരതയുടെ അഗ്നിയിൽ സ്ഫുടമാർന്ന മാനവൻ തെയ്യമായി ആഗ്നേയനായ കേളൻ കണ്ടനാർ കേളനായി. അഗ്നിയിൽ സ്ഫുടമാർന്ന മാനവൻ തെയ്യമായി ആഗ്നേയനായ കേളൻ കണ്ടനാർ കേളനായി. വയനാടൻ മലയിറങ്ങി 4 നാടിടം കൊള്ള ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. വയനാടൻ മലയിറങ്ങി 4 നാടിടം കൊള്ള ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ.